ആ അതെ പരമേശ്വരി, അവന്തിക ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, ഇവിടുത്തെ കാറിൽ ഇവിടുത്തെ ഡ്രൈവറെയും കൂട്ടി ഞാൻ വിട്ടു. കാര്യം എന്താന്ന് വെച്ചാ എനിക്കൊന്നും അറിയത്തില്ല. നിന്ന് നിപ്പില അവളുടെ സ്വഭാവം മാറുന്നേ. ഇന്നലെ രാത്രി എന്നോട് കട്ടായം പറഞ്ഞു അവക്ക് വീട്ടിൽ പോണോന്നു. ശരി ശരി. ആ പിന്നെ അവൾ അവിടെ എത്തിയ എന്നെ ഒന്ന് വിളിക്കണേ പരമേശ്വരി. ശരി. ഈശ്വര, ഇത് ആരാ? സൗദാമിനി നാത്തൂനോ? അല്ല, ഇതെന്തോന്ന് വിളിച്ചു പറയാ പോലും ചെയ്യാതെ. അയ്യോ അയ്യോ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വാ, വിളിക്കണ്ടേ? നടക്ക്. അല്ല, എന്താ നാത്തൂനെ ഇത്ര പെട്ടെന്ന്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് മുംബൈയിൽ ഇരിക്കെ പുറതിയില്ല. പാവ എന്റെ നാത്തൂൻ ആ രണ്ട് താടകമാർക്കിടയിൽ കിടന്ന് ഒറ്റയ്ക്ക് ശ്വാസം മുട്ടല്ലേ. അപ്പൊ നാത്തൂൻ ഒരു കൂട്ടിന് കുറച്ചു ദിവസം ഇവിടെ വന്ന് നിക്കാന്ന് വിചാരിച്ചു. നാത്തൂനെ കൊണ്ട് അങ്ങനെ തോന്നിച്ച ദൈവോ. ജ്യോതി പോയ ശേഷം ഞാൻ ആകെ സങ്കടത്തില. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം അവന്തിക്ക്. ആ തലതെറിച്ചവളാണെങ്കിൽ ഇന്ന് ഓർക്കപ്പുറത്ത് വീട്ടിലും പോയി. അതാണ് സൗദാമിനി. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. ചെയ്ത പോലെ ഇരിക്കും. കുശലം പറച്ചിലും കിന്നാരും ഒക്കെ ഇനി അകത്ത് വന്നിട്ട്. അകത്തോട്ട് കേറി വന്നേ, ചോദിക്കട്ടെ വിശേഷങ്ങള്. വാ. ആരത്? ശർമിള? ഞാനാ. അല്ല, ഈ ശർമിളാസ് കിച്ചൺ? കിച്ചണോ? അതെ, ഈ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന വീടല്ലേ ഇത്? ഞാനൊരു ബൾക്ക് ഓർഡറും കൊണ്ട് വന്നതാ. കാറ്ററിംഗ് സർവീസോ? ഇവിടെയോ? ഞാൻ എന്താ നാത്തൂരി കേൾക്കുന്നേ? കളപ്പുരയ്ക്കൽ തറവാട്ടിൽ കുശിനിപ്പണിയോ? അത് ഇയാൾക്ക് വീട് മാറിയതാ. ഇവിടെ ആരും അതൊന്നും നടത്തുന്നില്ല. എന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? കേറ്ററിംഗ് നടത്തുന്നത് ഞാനാണ്, കളപ്പുരയ്ക്കൽ സപ്തതി. അല്ല, നിങ്ങളുടെ കമ്പനിയുടെ പേര് ശർമിളാസ് കിച്ചൺ എന്നല്ലേ? സർ, പേരന്വേഷിച്ചു വന്നതോ അതോ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നതോ? അയ്യോ, തൽക്കാലം ചോദിച്ചത് ഞാനിങ്ങ് തിരിച്ചെടുത്തു. ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. ഇവിടെ ഫുഡ് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്ന്. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ ഫേസ്ബുക്കിൽ ഓരോ പരസ്യം ഇട്ടിട്ട് അന്വേഷിച്ച് വരുമ്പോ ആളെ കളിയാക്കുന്നു. ഞാൻ പോവുക. ഇവളേതോ അതോ മൂത്തതോ? ഹർഷന്റെ. ഓ, ഇളയവനെ കറക്കിയെടുത്ത മൂത്തവൾ അല്ലേ? നിനക്കെന്നെ മനസ്സിലായോടി? നിന്റെ ഭർത്താവിന്റെ അപ്പച്ചിയ കളപ്പുരയ്ക്കൽ സൗദാമിനി. അങ്ങ് ബോംബെന്ന് വരുവാ. ധാരാവിന്ന്. അതെ, ഇനി കുറച്ചു ദിവസം ഞാനിവിടെ കാണും.
ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. പോകുമ്പോ ഒന്ന് പറയണം കേട്ടോ. അല്ല, ഇതിനു മുൻപ് ഈ വേക്കൻസിയിൽ വന്ന ജ്യോതി ചെറിയമ്മയ്ക്കും അവന്തികയ്ക്കും യാത്ര പറയാൻ പോലും നേരം കിട്ടിയില്ല. ആരട്ടെ, കാണണോട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ നാത്തൂനെ, ഇവള് കേമിയാണല്ലോ. പിന്നെ ഞാൻ എന്തുവാ പറഞ്ഞത്? ഇവള് കേമിയാണെങ്കിലേ മറ്റവളുണ്ടല്ലോ സംയുക്ത, അവള് കെങ്കേമിയ. ശത്രു ശക്തനാവുമ്പോഴല്ലേ നാത്തൂനെ യുദ്ധത്തിനൊരു ഹരം ഉണ്ടാവും. നാത്തും വന്ന് കയറിയത് വലതുകാലം വെച്ചായതുകൊണ്ട് ഇനിയുള്ള കാഴ്ച ഇരട്ടി മധുരമായിരിക്കും. നാത്തും വാ. നിക്ക്, ഞാൻ പെട്ടിയെടുക്കട്ടെ. അഭിസാറിന്റെ അമ്മ ഇത്ര വലിയ ശല്യമാണെങ്കിൽ നിനക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? നീ ഉദ്ദേശിക്കുന്ന അത്ര എളുപ്പമല്ല ശ്രുതി അതൊന്നും. ഇപ്പൊ ഞാൻ തുറന്നു പറയാൻ പോയാ പുറത്താവുന്നത് അവരാവില്ല, ഞാനാവും. അമ്മയെ സ്നേഹിക്കുന്ന അത്ര തന്നെ സാറ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കണ്ടില്ലേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിത്തേട്ടന്റെ പേരും പറഞ്ഞ് കിടന്ന് നെട്ടോട്ട് ഓടുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ അഭിസാറിന്റെ അമ്മയുടെ കാര്യം പോട്ടെ, നീ എന്തിനാ അവന്തിക്ക് എന്റർടൈൻ ചെയ്യുന്നത്? പറഞ്ഞു വിട്ടൂടെ? പറഞ്ഞാ നീ വിശ്വസിക്കില്ല. അവളെ നന്നാക്കി എടുത്ത് വല്യമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. സ്വന്തം നിലനിൽപ്പ് നോക്കാതെയുള്ള നിന്റെ ഈ കുടുംബസ്നേഹം വല്ലാത്ത റിസ്ക് ആണെന്നേ ഞാൻ പറയൂ. ആകാം, ചിലപ്പോ നാളെ അവളാകും എന്റെ പ്രധാന അപകടം. പക്ഷെ ശ്രുതി, തൽക്കാലം അവള് പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് കൺമുന്നിലുള്ളതാ. കുറഞ്ഞ പക്ഷം അവളുടെ നീക്കങ്ങളെങ്കിലും എനിക്കറിയാലോ. അയ്യോ അഭിസാറ്, നിങ്ങളെന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, എന്ത്? സ്ഥിരം പ്രശ്നം തന്നെ, അനുസരണക്കേട്. ഞാൻ ഈ കുട്ടിക്ക് ഒരു ഓഫർ വെച്ചു, പാരീസിൽ നല്ല ഒന്നന്തരം ജോലി ജിത്തേട്ടന്റെ കമ്പനിയില്. പക്ഷെ ശ്രുതിക്ക് അത് വേണ്ടെന്ന്. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കില്ലേ സർ? സംശയം എന്താ? കുട്ടി എങ്ങും പോകുന്നില്ല. എന്തിനാ അഭിയേട്ടാ ഇവിടെ പിടിച്ചു നിർത്തി ശ്രുതിയെ പോലെ ക്വാളിഫൈഡും ടാലന്റഡും ആയ ഒരാളുടെ ഭാവി കളയുന്ന? ശ്രുതിയെ കണ്ടെത്തിയത് ഞാനല്ലേ, ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. ഇത് സ്വാർത്ഥത അഭിയേട്ടാ. നമ്മുടെ അച്ചീവ്മെന്റിന് വേണ്ടി മറ്റൊരാളുടെ ഫ്യൂച്ചർ. മതി, നിർത്ത്. നീ ആദ്യം നിന്റെ പണി പോകാതെ നോക്ക്, എന്നിട്ട് മറ്റുള്ളവർക്ക് ഫ്യൂച്ചർ ഉണ്ടാക്ക്. ശ്രുതി, സർ. ഞാൻ പറഞ്ഞ ഫയൽ ക്ലോസ് ചെയ്തിട്ട് എന്റെ ക്യാബിനിലേക്ക് വരും. ശരി സർ. ഹോ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്ന് നീ പ്ലേറ്റ് മാറ്റിയത്. പിന്നെ ജീവിക്കണ്ടേടി. കളി ഇത്രയൊക്കെ ആക്കിയിട്ടാ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? കളപ്പുരയ്ക്കൽ അഭിമന്യുവിന്റെ കരുത്തയായ ഭാര്യയായി പോയില്ലേ ഞാൻ? സപ്തതി, നമുക്ക് കോൾ അടിച്ചടി. അറിയോ ഇന്ന് തന്നെ നമുക്ക് എത്ര ഓർഡർ കിട്ടിയെന്ന്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ജെമിനി കൺസ്ട്രക്ഷന്റെ 28ാം ഓണം സ്പെഷ്യൽ ഓർഡർ നമുക്കാ. ഇങ്ങനെ പോയാ നമ്മളൊരു കസറും മോളെ. നിനക്കറിയോ, എല്ലാം എന്റെ അമ്മയുടെ ഐശ്വര്യ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അമ്മയുടെ പേരിട്ട സക്സസ് ആവൂന്ന്. ശർമിളാസ് കിച്ചൺ. ആഹാ, കേൾക്കാൻ തന്നെ എന്തൊരു സുഖ. നീ പറഞ്ഞത് സത്യമാ സപ്തതി. ഇപ്പൊ എനിക്കൊരു വെയിറ്റ് ഒക്കെ ഉണ്ട്, ഒരു സെൽഫ് കോൺഫിഡൻസ്. ഞാൻ ആലോചിക്കുവായിരുന്നു, അന്ന് നീ പറഞ്ഞത് കേൾക്കാതെ ഏട്ടന്റെ ഓഫീസിലെ സ്റ്റാഫായിട്ട് കൂടിയിരുന്നെങ്കിൽ ഈ വ്യക്തിത്വമെല്ലാം എനിക്ക് കിട്ടുമായിരുന്നോ? എല്ലാം നിന്റെ ബുദ്ധിയാ സപ്തതി, സമ്മതിച്ചു നിന്നെ ഞാൻ. അല്ല, ഞാൻ ഈ ഹാപ്പി ന്യൂസ് ഒക്കെ പറഞ്ഞിട്ടും നീ എന്താ സപ്തതി ഒന്നും മിണ്ടാത്തത്? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഒന്നുമല്ല ഹർഷേട്ടാ. അത് വെറുതെ. ഈ മുഖത്ത് ചെറിയൊരു പൊട്ട് വീണ ഞാൻ അറിയും. കാരണം ഇത് നിന്റെ മുഖമല്ല, എന്റെ മനസ്സാ സപ്തതി. പറ, നിനക്കെന്താ പറ്റിയത്? ഞാനൊരു കാര്യം പറഞ്ഞ ഹർഷേട്ടൻ അനുസരിക്കോ?
നീ പറഞ്ഞ ഏത് കാര്യം ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ദേ, ഈ സ്വാമി വേഷം പോലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നിനക്ക് വേണ്ടി കെട്ടിയതല്ലേ? കല്യാണം കഴിഞ്ഞിട്ടും നീ പറഞ്ഞത് കേട്ട് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നവനല്ലേ ഞാൻ. പിന്നെ എവിടെയാ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടുള്ളത്? പറ. എന്നാ നമ്മുടെ കിച്ചന്റെ ഓഫീസ് നമുക്കിവിടെ നിന്ന് മാറ്റാം. നീ തല മാറ്റാൻ പറഞ്ഞാൽ മാറ്റും. പക്ഷെ ഈ ഓഫീസ് മാത്രം മാറ്റാൻ പറയരുത്. ഈ വീടിന്റെ എണ്ണം വേറെ എവിടെയും കിട്ടില്ല. പിന്നെ അമ്മയുടെ പേരിലുള്ള ബിസിനസ്സിന് അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും അതൊരു പുണ്യല്ലേ സപ്തതി? മാത്രമല്ല, ഇവിടെ നമ്മളെ സഹായിക്കാൻ അഭിയേട്ടനും ഏട്ടത്തിയും ഉണ്ട്. പോരാത്തതിന് അവന്തികയുണ്ട്. ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സെറ്റപ്പ് നമുക്ക് വേറെ എവിടെ കിട്ടാനാണ്? ഇവിടെ നിന്ന് മാറിയ നമ്മളെ രണ്ടാളെയും കൊണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? തൽക്കാലം സ്റ്റാഫിനെ വെച്ചാ ശമ്പളം കൊടുക്കാൻ പാടാവും. അപ്പോ 2 സ്റ്റാഫിനെ വെച്ച് തരാം സപ്തതിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതോ? അത് ഞാനൊരു മൂച്ചിനങ്ങ് ചുമ്മാ പറഞ്ഞതല്ലേ. പെണങ്ങല്ലടി കണ്ണേ, എല്ലാം നിന്റെ ഐശ്വര്യമാ. എന്റെ അല്ല, നിങ്ങളുടെ അമ്മയുടെ. അതെ, നിങ്ങളുടെ 2 പേരുടെയും ഐശ്വര്യ. അല്ല, ഞാൻ ആലോചിക്കുക സപ്തതി, നമുക്ക് അമ്മയെ കൂടെ കമ്പനിയുടെ ജനറൽ മാനേജർ ആക്കിയാലോ? ചിലപ്പോ കൂടുതൽ അക്കു വന്നാലോ? എന്റെ ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞ ഈ മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കുന്നത്? അമ്മ എന്ന് വെച്ച ഭ്രാന്തോ. ഏട്ടനും അതെ, അനുജനും അതെ. എന്നാൽ അമ്മയോ മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കാൻ നടക്കുന്ന ഒരു രാക്ഷസി. നീ എന്തു ആലോചിക്കുന്നേ? ഷർമിളാസ് കിച്ചണിൽ ഇനിമേലും നമ്മൾ 2 പേരും മാത്രം മതി ഹർഷേട്ട. അതെന്താ? ഒന്നുമില്ലാതെ സപ്തതി ഒരു കാര്യം പറയില്ലാന്ന് ഹർഷേട്ടൻ അറിയില്ലേ? അതറിയാം. എന്നാ തൽക്കാലം അത്ര അറിഞ്ഞാ മതി. മതിയെങ്കിൽ മതി. സപ്തതി, എന്താ ഹർഷേട്ട? ഈ സ്വാമിമാരെ ഒരു ഉമ്മ കൈപ്പുറം കൊടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഏ? അല്ല, ഈ ക്രിസ്ത്യാനികള് വലിയ വലിയ പോപ്പുമാരുടെയും ബിഷപ്പുമാരുടെയും കൈ വിശ്വാസികൾ മുത്താറില്ലേ? അതിന്? അല്ല, അപ്പോ ഉമ്മ ഒരു വിശുദ്ധ സാധനമാണല്ലോ. ഞാൻ വിശുദ്ധനായ ഹർഷൻ സ്വാമികൾ. എല്ലാ പരിശുദ്ധിയോടും കൂടി നിനക്കൊരു ആത്മീയ ഉമ്മ എന്നാലോ? പൊയ്ക്കോണം എന്റെ മുമ്പിന്ന്. നാട് മുഴുവൻ തെണ്ടിയിട്ട് വന്നതാ. പോയി വേഗം കുളിച്ചിട്ട് വാ. എന്നിട്ട് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഒരു ആത്മീയ ഉമ്മക്കാരൻ വന്നേക്കുന്നു. അപ്പോ വേണ്ടല്ലേ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയേക്കുവാ. പോ. പോവേ. പോയില്ലെങ്കിൽ ഞാൻ തല്ലി ഓടിക്കും. എന്നാ ശരിക്കും പോയി. ആ. ഈശ്വര, നീ എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത് ഒരു LKG കുട്ടിയെ കൊണ്ടാണല്ലോ. ഈ മനുഷ്യൻ ഇനി എന്നാ നന്നാവുന്നത്? ഇത്രയും പറഞ്ഞിട്ടും ഇങ്ങേർക്ക് എന്താ ഗൗരവബോധം വരാത്തത്? മാറ്റണം, മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഹർഷന്റെ പെണ്ണാണ് സപ്തതി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? എന്താണ്? എപ്പോ നോക്കിയാലും ഇവളി പാവയും കൊണ്ടിരിക്കുകയാണല്ലോ. ആ വായ നോക്കിയോടുള്ള ഇന്റിമസി കൊണ്ടാ. ഫുൾ ടൈം ഈ പെട്ടിക്ക് മുന്നിൽ കുത്തിയിരിക്കും. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നെ അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരാം ഞാൻ.
അതെ ഞാനിവിടെ കുറച്ച് ജോലിയില്ല. വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്തു പോയി സംസാരിക്കണം. അയ്യോ ഇത് ജിത്തേട്ടന്റെ ഫോണാ. അതിന് ഞാൻ തലയും കുത്തി വെക്കണോ? വേണ്ട, അവിടെ ഇരുന്ന് ജോലി ചെയ്തോ, ഞാൻ സംസാരിച്ചോളാം. എനിക്ക് അവന്റെ പേര് കേൾക്കുന്നതേ. പേര് കേൾക്കുന്നതേ? നീ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ പുറത്തു പോയി സംസാരിക്കണേ. ഓ പിന്നെ. ഹലോ ജിത്തേട്ടാ. ഹലോ. അയ്യോ കട്ടായി പോയി. അഭിയേട്ടനോ മിണ്ടില്ല. എനിക്ക് എന്റെ ഫ്രണ്ടിനോട് പോലും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെയാ. സംസാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? നീ പുറത്തു പോയി സംസാരിക്കണേ. ഹലോ ജിത്തേട്ടാ. ഇതെന്താ ഈ നേരത്ത്? ഓ അവിടെ ഇപ്പൊ പകലാണല്ലോ. ആ പറ ജിത്തേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വല്ലതും കഴിച്ചോ? ഇല്ലടി, നീ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി പാഴ്സൽ ചെയ്യാം. അഭിയേട്ടൻ എന്തിനിങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? നീ ഒന്ന് വെളിയെ പൊടി. ജിത്തേട്ടാ ഒറ്റ സെക്കൻഡേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എത്രയും വേഗമുള്ള ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ മനുഷ്യന് സ്വസ്ഥത കിട്ടില്ല. ശല്യം. സംയുക്ത, സംയുക്ത. ഒരു സെക്കൻഡ്. എന്താ അഭിയേട്ടാ? വന്നത് ഓഫ് ചെയ്യടേ. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കണ്ടില്ലേ? അഭിയേട്ടൻ അങ്ങ് ഓഫ് ചെയ്യ. അവളുടെ ഒരു പാവം. അയ്യോ അയ്യോ എന്റെ പാവ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ദേ പൊട്ടിപ്പോയി. ജിത്തേട്ട മേടിച്ചെന്ന പാരീസ് പാവയാ. ഞാൻ അറിയാതെ. ഒന്നുമല്ല, മനഃപൂർവ്വ. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാ. എനിക്കറിയാം, ജിത്തേട്ടനോടുള്ള പക തീർത്തതാ. എനിക്ക് അവനോട് എന്ത് പകയാ?
അയ്യോ എന്റെ പാവ. നീ ചുമ്മാ കിടന്ന് കാറാതെ. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ പാവ ഇപ്പൊ കിട്ടണം. പാവയല്ലേ കയ്യിലിരിക്കുന്നത്. ഇത് പൊട്ടിയ പാവയല്ലേ, എനിക്ക് എന്റെ പഴയ പാവ തന്നെ വേണം. അതിപ്പോ എങ്ങനെയാ? അത് പൊട്ടിപ്പോയില്ലേ? പൊട്ടിയതല്ലല്ലോ, നിങ്ങൾ പൊട്ടിച്ചതല്ലേ. എനിക്ക് എന്റെ പാവ ഇപ്പൊ കിട്ടണം. അയ്യോ, ദേ, ഇതിപ്പോ സംസാരിക്കുന്ന കൂടിയില്ല. സംയുക്ത സംയുക്ത എന്ന് വിളിച്ചോണ്ടിരുന്ന പാവയാ. അയ്യോ എന്റെ പാവ പോയേ. എനിക്ക് എന്റെ പാവ ഇപ്പം വേണം. എടീ, ബഹളം വെക്കാതെ. കാണിച്ചു തരാം ഞാനിപ്പോ. നീ ആരെയാടി വിളിക്കുന്നേ?